നന്നായിട്ടുണ്ട്. എന്റെ സെലക്ഷൻ ഗംഭീരായി. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു വരുന്നത് കണ്ടാൽ ചേട്ടനും അനിയനും അല്ലാന്ന് ഒരാളും പറയില്ല. രാമലക്ഷ്മണന്മാരെ പോലെ തന്നെയുണ്ട് അല്ലേ? ഈ ഷർട്ട് ഇപ്പൊ തന്നെ ഊരിക്കളയണം. ഓണക്കോടി എടുത്തപ്പോ കിരണനും പൃഥ്വിക്കും ഒരുപോലത്തെ എടുക്കണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നി. അതാ ഇങ്ങനെ എടുത്തത്. അല്ല, അതിപ്പോ നന്നായി. നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ ഒരുമിച്ച് കാണാൻ അമ്മ പറഞ്ഞതുപോലെ നല്ല ഭംഗിയുണ്ട്. അച്ഛാ, എനിക്കൂടെ ഇതുപോലത്തെ എടുത്താൽ മതിയായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് ഒരുമിച്ച് റീലൊക്കെ എടുക്കായിരുന്നു. അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. ആഘോഷങ്ങൾ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. എന്തൊക്കെയാ പരിപാടികള്? ഒരു ഉഗ്രൻ ഊഞ്ഞാല് സെറ്റ് ആക്കിയിട്ടുണ്ട്. ആണോ? ഇന്ന് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോയാലോ? എങ്കിൽ നമുക്ക് പോവാം, വാ. അത് ഈ മുണ്ടൊക്കെ കൊടുത്ത് ഊഞ്ഞാലി കയറാൻ ഭയങ്കര പാടായിരിക്കും. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മൊത്തത്തിൽ മാറിയിട്ട് വരാം. അയ്യോ, അത് വേണ്ട മോനെ. ഇന്ന് ഓണല്ലേ, ഇന്ന് ഇങ്ങനെയൊക്കെ മതി. അതാ അതിന്റെ ഭംഗി. എന്നാ പിന്നെ സമയം കളയണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. അച്ഛല്ലേ, നടക്കുമോളെ. എത്ര നാളായി ഇങ്ങനെയൊക്കെ ഊഞ്ഞാലാടിയിട്ടല്ലേ? കൊറേ വർഷായിട്ട് നമ്മളിവിടെ ഊഞ്ഞാലൊന്നും കെട്ടാറില്ലല്ലോ. ഈ വർഷം നിങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഓണല്ലേ? അതാ ആളെ വിളിപ്പിച്ചിട്ട് ഊഞ്ഞാലൊക്കെ കെട്ടിയത്. അതുകൊണ്ട് ഈ മക്കൾക്ക് ഊഞ്ഞാലൊക്കെ ആടാലോ. അവരാഘോഷിക്കട്ടെ, അല്ലടാ? എന്തായാലും നന്നായി. ഞാനും ഈ ഊഞ്ഞാലിലൊക്കെ കയറിയ കാലം മറന്നു. എന്നാ നിങ്ങൾ തകർത്തോ? പൃഥ്വി, എന്നെ നല്ല ആയത്തിലാട്ടി വിടണേ. അയ്യോ, വേണ്ട വേണ്ട, നീ പതിയെ ആടിയാ മതി. അമ്മേ, ഡോക്ടർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ശരീരം അധികം അനങ്ങാൻ പാടില്ല. അതെ, പതിയെ ആടിയാ മതി. എടോ, തന്നെ ഞാൻ സേഫ് ആയിട്ട് പതിയെ ശ്രദ്ധിച്ചാട്ടിക്കോളാം. മതി. കേറുമോളെ. ദുർഗ, നമ്മൾ വരാതിരുന്നെങ്കിൽ അത് വലിയ നഷ്ടമായേനെ. എന്റെ ജീവിതത്തില് എനിക്ക് ഇതുപോലുള്ള ഓണാഘോഷം ഉണ്ടായിട്ടില്ലല്ലോ. ഒത്തിരി സന്തോഷമായി. ഇപ്പൊ ഉണ്ടായല്ലോ, പിന്നെ അതങ്ങ് എൻജോയ് ചെയ്യും. വെറുതെ പഴയ കാര്യങ്ങൾ ഓർത്ത് സെൻഡ് ആവല്ലേ. നിങ്ങൾ വാ മോളെ, ഇറങ്ങി കൊടുക്കേ. ഇനി ദുർഗയും കിരണും ആടട്ടെ. വാ, ഇറങ്ങി.